Hey, hello, welcome back to Journey to Learn. ഹായ് ഓൾ, ഇന്ന് നമുക്ക് ഡാൻസ് ലൈക്ക് എ മാൻ എന്നുള്ള ഡ്രാമ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പേപ്പറിലെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. അപ്പോൾ ഇത് റിട്ടൺ ചെയ്തിട്ടുള്ളത് മഹേഷ് ദത്താനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊമിനൻറ്റ് ഇന്ത്യൻ പ്ലേ റൈറ്റാണ്. ഇറ്റ് വാസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ 1989. It was a social drama with elements of tragedy and domestic conflict. സോഷ്യൽ ഡ്രാമ ജനറിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. അതിലെന്തൊക്കെയുണ്ട്? ട്രാജഡീൻ്റെ എലമെൻസും ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റും ഉണ്ട്. ദി സ്റ്റോറി ഈസ് സെറ്റ് ഇൻ എൻ അർബൻ ഇന്ത്യൻ ഹൗസ് ഹോൾഡ് ആൻഡ് ദി പ്ലേ റിവോൾവ്സ് അറൗണ്ട് ആൻ എൽഡർലി കപ്പിൾ ജയരാജ് ആൻഡ് രത്ന who are both classical dancers. The narrative oscillates between their past and present, revealing their struggle and the impact of societal expectations on their lives and career. Their daughter, Leda, is also a dancer, and her upcoming performance brings unresolved tension to the force. The play is divided into 2 acts. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് മഹേഷ് ദത്താനിയാണ്. ഫസ്റ്റ് പെർഫോം ചെയ്തിട്ടുള്ളത് 1989 പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ജയരാജൻ, രത്ന, വാസ് മാരീഡ് കപ്പിൾ. അവർ എന്താണ്, ഒരു ക്ലാസിക്കൽ ഡാൻസേഴ്സാണ്, പ്രൊഫഷണൽ ക്ലാസിക്കൽ ഡാൻസേഴ്സാണ് രണ്ടുപേരും. അപ്പോൾ അവരുടെ ലൈഫിൽ അവർ ഡാൻസിങ് ഒരു കരിയർ ചൂസ് ചെയ്തതിന് പിന്നിൽ അല്ലെങ്കിൽ അതിന് എത്രമാത്രം സ്ട്രഗിൾസും അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയിൽ നിന്ന് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പ്ലേയിൽ എൻഡിയർ പറയുന്നത്. പിന്നെ ഇതിന് 2 acts ആണ് ഈ പ്ലേക്കുള്ളത്. ഇത് പ്ലേ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 acts. 2 ആക്റ്റേ ഉള്ളൂ. അതിൽ തന്നെ അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ഫ്ലാഷ് ബാക്കും റിവീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രസൻറ്റിലേക്ക് രണ്ടും ഒരു ഇൻ്റർ കണക്റ്റഡ് രീതിയിലാണ് ഈ പ്ലേയുടെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കരിയർ, ആ ഡാൻസ് എന്നുള്ള കരിയർ, അതിൻ്റെ സൊസൈറ്റി സ്റ്റീരിയോട്ടിപ്പിക്കൽ ഇമേജസ്, എന്തൊക്കെയൊരു ജെൻഡർ റോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഈ പ്ലേ 3 ജനറേഷൻ്റെ കഥയും കൂടെ ഇൻക്ലൂഡഡ് ആണെന്ന് വെച്ചാൽ അവരുടെ പാരൻസിൻ്റെ, അതുപോലെ ഈ കപ്പിൾസ്, അതുപോലെ അവരുടെ മകൾ, 3 ജനറേഷൻസിൻ്റെയും പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് പ്രസൻറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള തീംസും ക്യാരക്ടേഴ്സും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്യാരക്ടേഴ്സിന് നോക്കാം. മെയിൻ ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയരാജാണ്, പ്രൊട്ടഗോണിസ്റ്റാണ്. ആൻഡ് ഏജിങ് ഭരതനാട്യം ഡാൻസർ സ്ട്രഗിളിങ് വിത്ത് ഹിസ് കരിയർ. അപ്പോൾ ജയരാജ് എന്ന് വെച്ചാൽ അമൃതലാൽ ഇതിൽ നെക്സ്റ്റ് ഒരു ക്യാരക്ടറാണ് അമൃതലാൽ. അമൃതലാലിൻ്റെ മകനാണ് ജയരാജ്. അപ്പോൾ അമൃതലാൽ ഒരു ഫ്രീഡം ഫൈറ്ററാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഇങ്ങനെ ഒരു ഡാൻസ് പ്രൊഫഷനായിട്ട് എടുത്തതിൽ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ. മകൻ ഇങ്ങനെ ഡാൻസ് കരിയറായിട്ടോ അല്ലെങ്കിൽ തൻ്റെ ലൈഫ് ഇങ്ങനെ ചൂസ് ചെയ്തതും അത് വേസ്റ്റ് ആയി കൊണ്ടുപോകുന്നതും ഒക്കെ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അതിനൊരിക്കലും ഒപ്പോസ് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല അദ്ദേഹം എന്താ പറയുന്നത്, ഈ ഡാൻസ് എന്നുള്ള ഒരു കരിയർ വുമൺസിന് പറ്റിയതും അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡാൻസ്. അതൊരിക്കലും ഒരു പുരുഷന് ചേർന്ന പണിയല്ല. അതുപോലെ തന്നെ ഈ ഡാൻസേഴ്സ് മുടി നീട്ടി വളർത്തുന്നതും അപ്പിയറൻസ് മാറ്റുന്നതും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും ഒന്നും അമൃതലാലിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അമൃതലാൽ അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അദ്ദേഹം റിവീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ജയരാജ് എന്താണ്, മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ആണ് അദ്ദേഹം ഈ ഡാൻസിൽ. അദ്ദേഹത്തിന് ഈ കരിയർ ഡാൻസ് എന്നുള്ളൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാഷൻ എൻ്റയർ ലൈഫിൽ കൂടെ കൂട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്ട്രഗിൾസും അതിൻ്റെ കോൺഫ്ലിക്ട്സും, ഒരുപാട് കോൺഫ്ലിക്റ്റ് അത് കാരണം അവരുടെ ഫാമിലീൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ രത്നയാണ്. രത്ന എന്ന് പറയുന്നത് ജയരാജിൻ്റെ വൈഫാണ്. അവളെ സംബന്ധിച്ചും ഈ ഡാൻസാണ് അവരുടെ ലൈഫ്. അവർ രണ്ടുപേരും വിവാഹ ജീവിതം, അവരുടെ മാരീഡ് ലൈഫ് വരെ ഈ ഡാൻസിനെ ബന്ധപ്പെട്ടിട്ടാണ്. അവർക്ക് രണ്ടുപേരും ഒരേ പാഷനുള്ള വ്യക്തികളായതുകൊണ്ടാണ് രണ്ടുപേരും മാരി ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്, ഈ രണ്ടുപേർക്കും ഒരേ പാഷനായതുകൊണ്ട് ഈ ഡാൻസ് അവരുടെ എൻ്റയർ ലൈഫിൽ കൂടെ കൂട്ടാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് രത്ന ജയരാജനെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അവളൊരു സെൽഫിഷ് ആയിട്ടുള്ള ലേഡിയാണ്. അതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ലത എന്ന് പറഞ്ഞാൽ ഇവരുടെ മകളാണ്.
ലതയും ഇതേപോലെ തന്നെയാണ്, ഡാൻസിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. നെക്സ്റ്റ് ക്യാരക്ടർ വിശ്വാസ്. വിശ്വാസ് എന്ന് പറയുന്നത് ലതയുടെ ഹസ്ബൻഡാണ്, ഫിയാൻസിയാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. ലതേൻ്റെയും ഇവരുടെ ഫാമിലി പോലെ വിശ്വാസിൻ്റെ ഫാമിലി ഇങ്ങനെ ഡാൻസ് പാഷനായിട്ട് കൊണ്ടെടുക്കുന്ന വ്യക്തികളൊന്നുമല്ല. അവർ ബിസിനസ്മാനാണ്, ബിസിനസ്സിലാണ് അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ വിശ്വാസ് ലതയുടെ ഈ പാഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മാരേജ് കഴിഞ്ഞാലും അവരുടെ പാഷൻ തുടരാൻ വേണ്ടിയിട്ട് അയാൾ വില്ലിങ് ആണ്, അയാൾക്ക് അങ്ങനെ എതിർപ്പൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ തീംസ് നോക്കാം. മെയിനായിട്ട് വരുന്നൊരു തീം എന്താണ്? ജെൻഡർ റോൾസ് ഇതിൽ പ്രൊമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു തീമാണ് ജെൻഡർ റോൾസ്. സൊസൈറ്റീൻ്റെ കാഴ്ചപ്പാടിൽ മെയിൽ ഫീമെയിൽ രണ്ടു പേർക്കും ഓരോരോ ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഇന്ന ജോലി അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷൻ മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഈ പ്ലേയിൽ ഇപ്പോൾ അമൃതലാൽ പറയുന്നുണ്ട്, ഇവരുടെ ഫാദർ തന്നെ പറയുന്നുണ്ട്, ഈ ഡാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പുരുഷന് ചേർന്നിട്ടുള്ള പണിയല്ല എന്ന്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ മെന്നിന് അതിൻ്റേതായ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതുപോലെ തന്നെ പെൺകുട്ടികളുടെയും ഒരു കളി അല്ലെങ്കിൽ അവരുടെ ഒരു വിനോദം. ഇതൊരിക്കലും ഒരു ആൺകുട്ടി ചെയ്യുന്നത് സൊസൈറ്റീൻ്റെ കോൺസെപ്റ്റിന് എതിരാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ എതിർക്കുന്നതും. പിന്നെ വരുന്ന ഒരു മെയിനായിട്ടുള്ള തീം അതേപോലെ തന്നെ ഗേൾസിനും ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. അത് ഇതിൽ പറയുന്നതുകൊണ്ട് അവൾ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കാതെ ഡാൻസ് പഠിക്കാൻ പോകുന്നു എന്നുള്ളൊരു പരാമർശമൊക്കെ അമൃതലാൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ജനറേഷണൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. നമ്മൾ മുന്നേ തന്നെ പറഞ്ഞ് 3 ജനറേഷൻ ഇതിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ 3 ജനറേഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവും അവരുടെ ലൈഫ് സ്റ്റൈലും ഇതിൽ വരുന്നുണ്ട്. പിന്നെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ എക്സാമിൻസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിക്കൽ ഡാൻസ് ഇൻ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ പേഴ്സണൽ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഇമ്പാക്റ്റ് അതെങ്ങനെയാണ് അന്നത്തെ കൾച്ചർ സൊസൈറ്റിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, ഒരു കണക്റ്റഡ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അംബിഷൻ വേഴ്സസ് ട്രഡീഷൻ, അത് ദി ക്ലാഷ് ബിറ്റ്വീൻ പേഴ്സണൽ അംബിഷൻ ആൻഡ് ട്രഡീഷണൽ വാല്യൂസ് എന്ന് വെച്ചാൽ ജയരാജിന് തൻ്റെ ആംബിഷനായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ തൻ്റെ പാഷനായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും സൊസൈറ്റി അല്ലെങ്കിൽ ട്രഡീഷൻ അതിനെതിരാണ്. അവരുടെ കോൺസെപ്റ്റ് പ്രകാരം അയാൾ ജീവിക്കണം, അതിന് അയാൾ നിർബന്ധിതനാവുന്നുണ്ട്. ഇതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പാഷൻ അയാൾക്ക് വിട്ടു പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു തീംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഞാനിതിനൊരു സ്റ്റോറി ലൈൻ തരാം. ഇത് 2 ആക്റ്റേ ഉള്ളൂ, എന്നാലും നമുക്കിതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു സ്റ്റോറി മൊത്തത്തിൽ ഇതിൽ എന്ത് ഒരു സ്റ്റോറി ലൈൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് ആക്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലത അവരുടെ മകൾ എന്ന് വെച്ചാൽ ജയരാജിൻ്റെ രത്നയുടെ മകളായിട്ടുള്ള ലത ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഭരതനാട്യത്തിൽ അരങ്ങേറ്റത്തിൻ്റെ ഒരു പ്രാക്ടീസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വിശ്വാസ് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ഒരു കോൺവെർസേഷനും അതുപോലെ തന്നെ അവിടെ ഉള്ള കാര്യങ്ങളും വിശ്വാസം അവിടേക്ക് നടന്ന് കാണണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ആക്ട് 1. ആ സമയത്ത് തന്നെ ഇവരുടെ ഫ്ലാഷ് ബാക്ക് റിവീൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇതിൽ സ്റ്റോറിയുടെ നമുക്ക് എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി എന്ന് അറിയുന്നത് തന്നെ ഇവരെ കോൺഫ്ലിക്റ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫ്ലാഷ് ബാക്ക് പറയുന്നത് അമൃതലാലിൻ്റെ വീട്ടിൽ എന്തൊക്കെ അനുഭവിച്ചു. അവർ പറയുന്നുണ്ട് അവർക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡാൻസ് പാഷനായിട്ട് ചൂസ് ചെയ്ത അദ്ദേഹം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരുപാട് എതിർപ്പുകൾ നൽകുന്നുണ്ടെന്ന് വെച്ചാൽ ഇവരെ ഒരു ഗുരുജി വന്നിട്ടാണ് ഇവരെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഗുരുജി വീട്ടിൽ വന്ന സമയത്ത് അമൃതലാൽ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു ജുബ്ബയൊക്കെ ഇട്ട്, അപ്പോൾ അതൊക്കെ ഒരു ഗേയുടെ അപ്പിയറൻസാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ അമൃതലാലിന് ഒരുപാട് പേടിയുണ്ട്, തൻ്റെ മകനും ഇതുപോലെ ഈ അപ്പിയറൻസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗേ ആയി മാറുമോ അല്ലെങ്കിൽ അത് ഇവരെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഭയമുണ്ട്. അപ്പോൾ ഇതിനെ എതിർക്കുന്ന സമയത്ത് അത് ജയരാജിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ജയരാജ് എന്ത് ചെയ്യും, ജയരാജ് രത്നേനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു സിറ്റുവേഷൻ വരും. അതാണ് ഇതിൽ ഫസ്റ്റ് ആക്റ്റിൽ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ പ്രസൻറ്റ് ലൈഫിലേക്ക് വന്ന് വിശ്വാസിനായിട്ട് സംസാരിക്കുന്നതും അതിലേക്കൊക്കെ പോകുന്നുണ്ട്. ദെൻ സെക്കൻഡ് ആക്റ്റിൽ എന്താ പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് ആക്റ്റിൽ തന്നെ ഇറങ്ങിപ്പോകുന്നുണ്ടല്ലോ വീട്ടിൽ നിന്ന്. അപ്പോൾ രത്നയുടെ ഒരു അങ്കിളുടെ വീട്ടിലേക്ക് പോകും. അവിടെ നിന്ന്
അങ്കിളുടെ അടുത്തുനിന്ന് ഇവർക്ക് മോശം അനുഭവം ഉണ്ടാവുകയും അവർ തിരിച്ച് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നുണ്ട്. ഈ ആക്ട് 2 തുടങ്ങുന്നത് തന്നെ അവർ അവരുടെ അച്ഛൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അമൃതലാലിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അതിൽ അമൃതലാലിന് ഒരുപാട് സന്തോഷം വരും, ഇവർ തിരിച്ച് വന്നല്ലോ, അവർക്ക് വേറെ എവിടെയും പോകാനില്ല, അപ്പോൾ ഇവർ തിരിച്ച് വന്നു. ആ വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, അമൃതലാൽ ഒരുപാട് കണ്ടീഷൻസ് പറയും. അതിലൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇവർ ഡാൻസ് പാഷനായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിലും അതിൽ നിന്ന് അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ പറയുന്നത് ഈ അപ്പിയറൻസ് ഒന്നും അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ മുടി വളർത്തുന്നതും ആ കാര്യങ്ങളൊന്നും അക്സെപ്റ്റഡ് അല്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ജയരാജ് അകത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇയാൾ രത്നയുടെ അടുത്ത് പറയും, നിനക്ക് വേണമെങ്കിൽ നിൻ്റെ ഈ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാം, പക്ഷേ ജയരാജിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അയാൾ എന്തെങ്കിലും പറഞ്ഞ് ഡിമോട്ടിവേറ്റ് ചെയ്തിട്ട് ഈ പാഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഒരു മെന്നിൻ്റെ ഒരു ജോലിയിലേക്ക് വഴി തിരിച്ചു വിടണമെന്ന് പറയുന്നുണ്ട്. അയാൾ രക്തൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവൻ എന്ത് ചെയ്യണം, സൊസൈറ്റിയുടെ കോൺസെപ്റ്റിന് പ്രകാരം എങ്ങനെയാണോ ഒരു പുരുഷൻ ജീവിക്കേണ്ടത് അതുപോലെ ജീവിക്കണം, എന്നാൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡാൻസ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമൃതലാൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം രത്ന ഒരു സെൽഫിഷ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഗേൾ ആയതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യും, ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് ജയരാജിനെ ഈ പാഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ കരിയറിൽ നിന്ന് ഡിമോട്ടിവേറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അയാൾ എന്ത് ചെയ്യും, അത് നിർത്തും. അങ്ങനെ അയാൾ തൻ്റെ ആഗ്രഹം അങ്ങനെ സഫലമാവാത്തതിൽ വേദനയിൽ പിന്നെ അഡിക്റ്റ് ആവും, ആൽക്കഹോളിക് അഡിക്റ്റ് ആവും. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് മൊത്തം ഒരു ട്രാജഡി ആയിട്ട് മാറുകയാണ്. അങ്ങനെ പിന്നെ ഇവർ പ്രസൻറ്റിലേക്ക് തന്നെ വന്നിട്ട് പ്രസൻറ്റിൽ അവരുടെ മകൾക്ക് ഒരു വേദി കിട്ടുന്നതും അതിൻ്റെ കാര്യങ്ങളും ആ ചർച്ചയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമുക്കൊരു ഓവർവ്യൂ കിട്ടുക എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് ഇവർ ഫ്ലാഷ് ബാക്കിൽ തന്നെ ഇവരൊരു കഥ പറയുന്നുണ്ട്. അവർക്കൊരു മകളുണ്ടായിരുന്നു, ആദ്യം ഇവർക്കൊരു മകൻ ജനിക്കുന്നുണ്ട്. ആ മകൻ മരണപ്പെടുന്നുണ്ട്, ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെടുന്നത്. ശങ്കർ എന്നാണ് മകൻ്റെ പേര്. അപ്പോൾ അവനെങ്ങനെ മരണപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ രത്ന മുഴുവൻ സമയവും ഈ ഡാൻസിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ട് മകനെ നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു മെയ്ഡിനെ വെക്കും, അവിടെ ഒരു സെർവൻറ്റിനെ വെക്കും. അപ്പോൾ ഈ സെർവൻറ്റ് എന്ത് ചെയ്യും, ഈ കുട്ടി എപ്പോഴും ഉറങ്ങിക്കിടക്കണമല്ലോ, ഉറങ്ങിക്കിടന്നിട്ടില്ലെങ്കിൽ ആ കുട്ടീനെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം മയക്കുമരുന്ന് കൊടുക്കും. എന്ന് വെച്ചാൽ കുട്ടി മയങ്ങി നല്ലപോലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് കൊടുക്കും. ആ സമയത്ത് ഈ കാര്യം അറിയാതെ ആദ്യം തന്നെ രത്ന എന്ത് ചെയ്യും, ഇവർക്കൊരു പെർഫോമൻസ് ഉള്ള സമയത്ത് കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ടാവും. അതറിയാതെ സെർവൻറ്റ് എന്ത് ചെയ്യും, സെർവൻറ്റും കൊടുക്കും. അപ്പോൾ ഡോസ് കൂടിയിട്ടാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. അതും ഇവരുടെ ലൈഫിൽ വലിയൊരു ട്രാജഡി ആയിട്ട് വരുന്നുണ്ട്. ഈ ന്യൂസൊക്കെ ഈ പ്രസൻറ്റ് ലൈഫിൽ മകൾക്ക് കിട്ടുന്ന ഈ അംഗീകാരങ്ങളൊക്കെ അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് രത്ന എന്താ ചെയ്യുക, ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു മൂഡിലേക്ക് പോവുകയാണ്. അതിൻ്റെ കാരണം ഇതാണ്, അവൾക്ക് തൻ്റെ മകൻ്റെ ഓർമ്മകൾ വന്ന സമയത്താണ് അവൾ പെട്ടെന്ന് ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ആ ഒരു ആക്സിഡൻ്റൽ ഡെത്ത് അല്ലെങ്കിൽ തൻ്റെ മകൻ്റെ വിയോഗം ഇവരിൽ വല്ലാത്തൊരു മെൻ്റൽ ടോർച്ചർ ഇവർ അനുഭവപ്പെടുക രണ്ടുപേരും. എന്ന് വെച്ചാൽ ഒന്ന് രത്നയുടെ നോട്ടോ അല്ലെങ്കിൽ അവൾ ശരിക്കും നോക്കാത്തത് കൊണ്ടാണ് അവളുടെ മകൻ മരിച്ചു പോയി എന്നുള്ള ഒരു കുറ്റബോധം വരികയും ഇവൾ പറയുന്നുണ്ട് തൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചത് കാരണം ഇങ്ങനെ ആർട്ടിൽ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കളഞ്ഞു അങ്ങനെയൊക്കെ പറയുന്നൊരു സംഭവം ലാസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അവസാനം ഇവർ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ ലതയുടെയും തൻ്റെ വിശ്വാസിൻ്റെയും ഒക്കെ ഒരു റിലേഷൻ കണ്ടിട്ട് ഇവർക്ക് തന്നെ ഉള്ളിൽ തോന്നുന്നുണ്ട് ഇങ്ങനെയൊന്നുമല്ല ലൈഫ്, അവർ തന്നെ ഉള്ളിൽ കുറ്റബോധം തോന്നുന്നുണ്ട് എന്നൊക്കെയാണ് ഇതിൽ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു മെയിൻ തീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൊസൈറ്റിയൽ നോംസ് അല്ലെങ്കിൽ സ്റ്റീരിയോട്ടിപ്പിക്കൽ ഇമേജസ് ഇമ്പോസ്ഡ് ഓൺ മെൻ ആൻഡ് വിമൺ, എന്താണ് മെൻ ചെയ്യേണ്ടത്, വിമൻ്റെ റോൾസ് എന്താണെന്നൊക്കെ പറയുന്നതാണ് ഇതിൽ മെയിൻ പറയുന്നത്. പിന്നെ ഇതിൽ ജയരാജന് തൻ്റെ പാഷൻ അല്ലെങ്കിൽ തൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല ഈ സൊസൈറ്റിയൽ റൂൾസ് കാരണം, അതും ഒരു തീമായിട്ട് വരുന്നുണ്ട്. പിന്നെന്താ രത്നയുടെ സെൽഫിഷ് മൈൻഡഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് തന്നെ മകനെ നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനത്തെ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളും ഇതിൽ വരുന്നു. ദെൻ ഓവറോൾ തീം ജെൻഡർ റോൾസ്. Thanks for watching.